भीर बहुटी प्रभात की कहानी। സെക്കൻഡ് പാരഗ്രാഫ് ദൂസര ഖണ്ഡ്. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി സെക്കൻഡ് പാരഗ്രാഫ്. उन्हें भीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में भीर बहुटियाँ घोजा करते थे. सुर्ग मुलायम गदबदी भीर बहुटियाँ, धरती पर चलती फिरती घून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर भीर बहुटियाँ गोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. and फर्स्ट लाइन നോക്കുക. उन्हें भीर बहुटियों से मिलना होता था. they had to meet भीर बहुटी. उन्हें അവർക്ക് भीर बहुटियों से भीर बहुटिയെ मिलना होता था കാണേണ്ടിയിരുന്നു. भीर बहुटी एक बरसाती കീട. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഭീർ ബഹുട്ടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രകോപം, ബർസാത്തി കീട മഴക്കാലത്തെ ഒരു ജീവിയാണെന്ന്. അപ്പോൾ ഉനേം അവർക്ക്. അപ്പോൾ കഥാപാത്രങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്നത് ഇപ്പം പറഞ്ഞിട്ടില്ല. ഉനേം അവർക്ക് ഭീർ ബഹൂട്ടിയോസെ മിൽന ഹോത്താത ഭീർ ബഹൂട്ടിയെ കാണേണ്ടിയിരുന്നു. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. सो दे लेफ्ट होम early for school. സോ അതുകൊണ്ട് വേ സ്കൂൾ കെ ലിയെ അവർ സ്കൂളിലേക്ക് ഘർ സേ വീട്ടിൽ നിന്നും കുച്ച് സമയം പെഹലെ കുറച്ച് സമയം മുൻപ് തന്നെ നികൽ ആത്തേതെ പുറപ്പെട്ടിരുന്നു. നികൽന പുറപ്പെടുക. कस्बे से सढ़े इन खेतों में भीर बहुटियाँ घोजा करते थे. कस्बे से കസ്ബെ മാർക്കറ്റ്. സഡെ ചേർന്നിരിക്കുന്ന. ഇൻ ഖേത്തോമേ ഈ വയലുകളിൽ ബീർ ബഹൂട്ടിയാ ഘോജ കർത്തേതെ ബീർ ബഹൂട്ടികളെ, അതായത് ഈ ഇന്ദ്രകോപം എന്ന് പറയുന്ന ഈ ചെറിയ ജീവികളെ ഘോജ കർത്തേതെ അന്വേഷിക്കുമായിരുന്നു. ബീർ ബഹൂട്ടി വാസ് ലുക്കിംഗ് ഫോർ ഫീൽഡ്സ് നിയർ ദ മാർക്കറ്റ്. കസ്ബെ മാർക്കറ്റ്, സഡെ ചേർന്നിരിക്കുന്ന. സുർഗ് മുലായം ഗദ്ബദി ഭീർ ബഹൂട്ടിയ. സുർഗ് റെഡ് കളർ. സുർഗ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം. മുലായം സോഫ്റ്റ്. ഗദ്ബദി മിനുസമുള്ള, അതായത് സ്മൂത്ത്. ഭീർ ബഹൂട്ടിയ. ഭീർ ബഹൂട്ടിയ കേസേ ഹെ. ആ ഭീർ ബഹൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്. ഉസ്കി വിശേഷതാക്കെ ബാരെ മേ ബതാത്തെ ഹെ. അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. സുർഗ് റെഡ്, മുലായം സോഫ്റ്റ്, ഗദ്ബദി സ്മൂത്ത്. അപ്പോൾ ചുവപ്പ് കളറാണ്, മുലായം സോഫ്റ്റാണ്. ഗദ്ബദി എന്ന് പറഞ്ഞാൽ കമ്പിയിലൊക്കെ തൊട്ടാൽ നല്ല മിനുസമായിരിക്കുമല്ലോ, അതാണ്. അപ്പോൾ ആ മിനുസത്തെയാണ് ഗദ്ബദി എന്ന് പറയുന്നത്. धरती पर चलती फिरती घून की प्यारी प्यारी बूंदें. धरती पर, धरती अर्थ, चलती फिरती वॉक अराउंड ഭൂമിയിലൂടെ, ചൽത്തി ഫിർത്തി ചുറ്റി നടക്കുന്ന, ഘൂൻ की प्यारी प्यारी बूंदें. ഘൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, രക്തം. അപ്പോൾ ചോരത്തുള്ളികൾ. പ്യാരി പ്യാരി ബൂന്തേ, ബൂന്തേം തുള്ളികൾ. പ്യാരി പ്യാരി ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള റെഡ് കളറിലുള്ള ബൂന്തേം തുള്ളികൾ. അപ്പോൾ ലവ്ലി ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. അപ്പോൾ ആ രക്തത്തുള്ളികൾ പോലെയുള്ള നിലത്തുള്ള റെഡ് കളറിലുള്ള ഭീർ ബഹൂട്ടിയ. तो भीर बहुटियों के बारे में वो वर्णित करते हैं. ഭീർ ബഹൂട്ടിയെ കുറിച്ചിട്ട് വർണ്ണിക്കുകയാണ് എങ്ങനെയാണെന്നത്. ഉൻകെ ബസ്തേ, അവരുടെ ബസ്തേ. ബസ്തേ എന്ന് പറഞ്ഞാൽ സഞ്ചി, ബാഗുകൾ. ഉൻകി പീട്ട് പർ ലതേ ഹോത്തേതെ, അവരുടെ പീട്ട്. പീട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത്. ലതേ ഹോത്തേതെ തൂക്കിയിട്ടിരുന്നു. ലദ്ന തൂക്കുക.
Their bags were loaded on their back. അവരുടെ ബാഗുകൾ അവരുടെ പുറത്ത്, പീട്ട് എന്ന് പറഞ്ഞാൽ പുറം, ലതേ ഹോത്തേതേ തൂക്കിയിട്ടിരുന്നു. കന്തോ പർ ടംഗേ ഹോത്തേതേ, ലെറ്റ് ഇറ്റ് ഹാങ് ഓൺ ദ ഷോൾഡർ, അത് അവരുടെ ഷോൾഡറിൽ ഹാങ് ചെയ്തിരുന്നു, തൂക്കിയിട്ടിരുന്നു. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीरबहूटियाँ गूंजते थे. वे അവർ एक दूसरे के, ഒരാൾ മറ്റൊരാളുടെ, बहुत नज़दीक रहकर വളരെ അടുത്തായിട്ട്, ബൽക്കി कहना चाहिए പക്ഷേ പറയാൻ സാധിക്കും, ബിൽക്കുൽ സഡ്കർ വളരെ അടുത്തായിട്ട്, സഡ്കർ എന്ന് പറഞ്ഞാൽ ചേർന്നിരുന്നിട്ട്, ബീർബഹൂട്ടിയാ ഗൂജ്തേതേ, ബീർബഹൂട്ടിയെ ഗോജ്തേതേ അന്വേഷിച്ചിരുന്നു. വേ അവർ ഏക് ദൂസരേക്ക് ഒരാൾ മറ്റൊരാളുടെ, ബഹുത് നസ്ദീക് വളരെ അടുത്തായി, രഹ്കർ രഹ്ന താമസിക്കുക, നിലനിൽക്കുക എന്നതാണ്. അപ്പോൾ വളരെ അടുത്തായി നിന്നിട്ട്, ബൽക്കി കഹ്നാ ചാഹിയെ പക്ഷേ പറയാൻ സാധിക്കും, ബിൽക്കുൽ സഡ്കർ വളരെ അടുത്ത്, അത്രയും നിയറസ്റ്റാണ്, അത്രയും അടുത്ത്, തൊട്ടടുത്തായിട്ട് ഇരുന്നിട്ട്, ബീർബഹൂട്ടിയാ ഗൂജ്തേതേ, ആ ബീർബഹൂട്ടികൾ അന്വേഷിച്ചിരുന്നു. ദേ അവർ എന്നാ പറയുന്നത്. ഇനിയും ആ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ഉനേ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേ थे. They were seated nearby and looking for ബീർബഹൂട്ടി. അവർ വളരെ അടുത്തിരുന്ന് ബീർബഹൂട്ടി അന്വേഷിക്കുകയാണ്. എങ്ങനെയുള്ള ഗ്രൗണ്ടിലാണ്? ഉനേ ദേഖ്നെ കെ ലിയെ അവയെ കാണാൻ വേണ്ടി, വേ ബാരിഷ് കി ഗന്ധ് ഭരി അവർ, ബാരിഷ് കി ഗന്ധ് ഭരി, ബാരിഷ് റെയിൻ, ഗന്ധ് സ്മെല്ല്, ഭരി നിറഞ്ഞിരിക്കുന്ന, ഭൂരി ജമീൻ, ഭൂരി എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ, ബ്രൗൺ കളറിലുള്ള, ജമീൻ പർ നിലത്ത്, എർത്ത്, ജമീൻ എർത്ത് നിലത്ത്, ബൈഠ് ജായാ കർത്തേതേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ബൈഠ് ജായാ കർത്തേതേ എന്നത് നിത്യതാബോധകാണ്, ജായാ കർന, അപ്പോൾ ഡെയിലി ഇരിക്കുമായിരുന്നു എന്ന ഒരു രീതിയിലാണ് ജായാ കർത്തേതേ, നിത്യതാബോധ ക്രിയ എന്ന് പറയും. ഡെയിലി ചെയ്യുന്ന ഒരു റൊട്ടീനായിട്ടാണ്, അതായത് എന്നും അവർ സ്കൂളിൽ പോകുമ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നു. അപ്പോൾ ഉനേ ദേഖ്നെ കെ ലിയെ അവയെ കാണാൻ വേണ്ടി, ബീർബഹൂട്ടിയോ കോ ദേഖ്നെ കെ ലിയെ ആ ബീർബഹൂട്ടി കാണാൻ വേണ്ടിയിട്ട്, വേ ബാരിഷ് കി ഗന്ധ് ഭരി അവർ, ബാരിഷ് കി ഗന്ധ് ഭരി മഴയുടെ ആ സ്മെല്ല്, മണം നിറഞ്ഞിട്ടുള്ള, ഭൂരി ജമീൻ പർ ബ്രൗൺ നിറത്തിലുള്ള, ജമീൻ പർ നിലത്ത്, ബൈഠ് ജായാ കർത്തേതേ ഇരിക്കുമായിരുന്നു. They were seated nearby and looking for ബീർബഹൂട്ടി. Brown ground filled with the smell of rain. अगला भाग देखिए. भेला, देखो इस बीरबहूटी का रंग तुम्हारे रिबन के जैसे लाल है, साहिल ने कहा. भेला, तो हमारा कथापात्र का नाम है भेला. बेला लड़की है. देखो നോക്കൂ, ഇസ് ബീർബഹൂട്ടി കാ രംഗ് ഈ ബീർബഹൂട്ടിയുടെ നിറം, തുമാരെ റിബൺ കെ ജൈസ നിന്റെ റിബൺ പോലെ തന്നെ, ലാൽ ഹെ ചുവപ്പാണല്ലോ. സാഹിലിനെ കഹ ആര് പറഞ്ഞു? സാഹിലിനെ കഹ സാഹിൽ പറഞ്ഞു. ബെല, സീ ദ കളർ ഓഫ് ദിസ് ബീർബഹൂട്ടി ഈസ് റെഡ് ലൈക്ക് യുവർ റിബൺ. തുമ്നെ കുച്ച് സുനാ ബെല? അപ്പോൾ സാഹിൽ സെഡ് ദിസ്, സാഹിൽ പറഞ്ഞതാണിത്. നിൻ്റെ റിബൺ പോലെ തന്നെ ചുവപ്പ് നിറമാണല്ലോ ഈ ബീർബഹൂട്ടിക്കും. തുമ്നെ കുച്ച് സുനാ ബെല? നീ എന്തെങ്കിലും കേട്ടോ ബെല? യു ഹിയർഡ് സംതിങ് ബെല? ഹാം സുനാ, യെസ് ഹിയർഡ്, അതെ ഞാൻ കേട്ടു. പഹലി ഗണ്ടി ലഗ് ഗയി ഹെ. പഹലി ഗണ്ടി, ദ ഫസ്റ്റ് ബെൽ ഹാസ് ബീൻ സൗണ്ടഡ്. പഹലി ഗണ്ടി ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ടുണ്ട്. ലഗ് ഗയി ഹെ അടിച്ചിട്ടുണ്ട്. लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. അപ്പോൾ സാഹിൽ തന്നെ പറയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല?
ബേല പറയുന്നു ആ സുന അതേ കേട്ടു. പഹലി ഗണ്ടി ലഗ് ഗയി ഹെ ആദ്യ ബെല്ല് അടിച്ചിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ പക്ഷേ എനിക്ക് പെന്നിൽ സ്യാഹി ഭി ഭർവാനി ഹെ മഷി നിറക്കണം. ദുകാൻ സെ കടയിൽ നിന്നും. ബട്ട് ഐ ഓൾസോ ഹാവ് ടു ഫിൽ ദ ഇങ്ക് ഇൻ ദ പെൻ ഫ്രം ദ ഷോപ്പ്. കോൺ കഹാ? ഹാ സാഹിൽ നെ കഹാ. സാഹിൽ പറഞ്ഞു. ഇതാണ് ഫസ്റ്റ് ഭാഗം ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം.